യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കുട്ടി, നിനക്കെന്തിനു കുഴപ്പമുണ്ടോ? നിനക്ക് ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? മാനസിക പ്രശ്നമുണ്ടോ? അച്ഛമ്മ ഉണ്ടെന്നാ എനിക്കും തോന്നിയേ. ബോധം തെളിഞ്ഞപ്പോ അവളെന്നെ മുത്തശ്ശീന്നാ വിളിച്ചേ. അയ്യോ, ആ പ്രിയ, നമുക്ക് ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കാം. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്തായാലും വേണ്ടി വരും. അമ്മേ, ശരിയമ്മേ. എന്നെ കനകേച്ചിന്നാ പ്രിയ നേരത്തെ വിളിച്ചത്. ഓർമ്മയൊക്കെ പോയി. കഴുത്തിന് അടിയേറ്റപ്പോ പറ്റിയതായിരിക്കുമല്ലേ. കഷ്ടമായി പോയി. കള്ളം കള്ളം കള്ളം. ഇവരെല്ലാരും ചേർന്ന് കള്ളം പറയാ. എനിക്ക് ഒരു കുഴപ്പമില്ല മുത്തശ്ശി, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ നോർമലാ, എനിക്കൊരു കുഴപ്പമില്ല. എല്ലാരും ഒന്ന് പുറത്തു പോയേ. ഞാൻ എന്റെ മോളുടെ അടുത്ത് കിടന്നോളാം. ആരാ വരുന്ന നോക്കട്ടെ. നീ ചാടിത്തുള്ളി പ്രിയെ കൊല്ലൂന്ന് പറഞ്ഞ് വരുന്നുണ്ടല്ലോ, എന്നിട്ട് കൊന്ന വീടുമോനെ കൊല്ലൂന്ന് പറഞ്ഞിട്ടല്ലോ. പ്രശ്നമാവങ്ങള്, ഞാൻ പറയുന്നത് കേക്കങ്ങള്. എന്ത് പ്രശ്നം? എനിക്ക് പറയാനുള്ള പറയണ്ട്. നീ അറിയാൻ ഒരുപാടുണ്ട്. പെരും കള്ളിയാണ്. അയ്യോ, ഞാൻ തനി ഞാൻ മോളെ അങ്ങോട്ട് കൊളവാക്കല്ലേ. പ്രീതി അറിഞ്ഞ ആകെ പ്രശ്നവും. പ്രിയെ മധു കൊന്നിട്ടില്ലേ ഞാൻ കൊല്ലാം. അവളെ എന്തിനിവിടെ നടക്കണം? ഞാൻ കൊന്നു പറയാൻ നമുക്ക് സെറ്റാക്കാം. ഇപ്പൊ സംസാരിക്കാതിരിക്കുന്ന ബുദ്ധി വാ. അല്ല, ഞാൻ ശരിയാക്കാം. ഇന്നത്തോടുകൂടി ഞാൻ എല്ലാം ശരിയാക്കാം. അവള് കേൾക്കുന്നു. പ്രിയ, അവളിനി ഇവിടെ വേണ്ട. അങ്കിളെ ഒന്നും ഉണ്ടായിരിക്കും. ഞാൻ കാല് പിടിക്കാൻ വാ. അല്ലെങ്കിലല്ലേ മോളെ വാ, ഇവിടെ വന്നിരിക്കും. മോളെ പേടിക്കണ്ട കേട്ടോ, മുത്തശ്ശിയുണ്ട്. കിടന്നോ കിടന്നോ. ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ചാടണം, ഇല്ലെങ്കിൽ ഇവരെന്നെ ഇല്ലാതാക്കും. എന്താ മോളെ നിന്ന് കളഞ്ഞത്? കേറി വാ. ഇനി അടുത്തു വാ. എത്ര ദിവസമായി നിന്നെ ഒന്ന് അടുത്ത് കണ്ടിട്ട്. അയ്യോ, എന്താ മോളെ ഇത്? എന്തിനു മോളെ നീ കരയുന്നേ? എന്നോട് പോർക്കച്ച, ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തു? എന്റെ അനുമോൾ എന്നോട് എന്ത് തെറ്റാ മോള് ചെയ്ത്? ഇത്രയും ദിവസം അവിടെ കിടന്നിട്ടും ഞാനങ്ങോട്ട് വന്നില്ലെന്ന് അച്ഛന് തോന്നിയില്ലേ? അതെന്റെ തെറ്റല്ലേ? ഒരു കാര്യം ചെയ്യാൻ നമ്മളെ ഒരാൾ സമ്മതിക്കാത്തപ്പോ അതൊരു തെറ്റാവൂ? ഇല്ലല്ലോ. നിന്നെ ആശുപത്രിയിലേക്ക് കയറ്റില്ല എന്ന് അർജുന്റെയും പൂജയുടെയും വാശിയായിരുന്നു. അതവര് നിറവേറ്റി. അകത്ത് കാട്ടിൽ പലപ്പോഴും ബോധമില്ലാതെ കിടക്കുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്നിട്ടും ഒരു ദിവസം ഞാൻ വന്നിരുന്നു. അറിഞ്ഞു.
നീ എന്നെ കൊല്ലാൻ വരികയാണെന്ന് പേടിച്ച് പൂജ അവിടെ നിന്ന് എന്നെ ഓടിച്ചു വിട്ടെന്ന് അർജുൻ തമാശയോടെ പറഞ്ഞു. പിന്നെ ആ അവസ്ഥയില് അച്ഛൻ അവരോട് തർക്കിക്കാൻ നിന്നില്ലെന്നേ ഉള്ളൂ. ഓ, എല്ലാം തുടങ്ങിയത് പൂജയുടെ ഒരു തോന്നലിൽ നിന്ന് അച്ഛ. ഞാൻ അച്ഛനോട് ഫോണിൽ വിളിച്ച് നെഹ്റു പാർക്കിൽ വരാൻ പറഞ്ഞത് അവള് കേട്ടു. ഉടനെ തന്നെ അച്ഛൻ ഞാൻ അപായപ്പെടുത്താനായി വിളിച്ചു വരുത്തുന്നതെന്ന് അവളങ്ങ് സങ്കല്പിച്ചു. അവക്കെന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമുണ്ടോ? അതെ, ആശുപത്രിയിൽ വെച്ചുള്ള അവളുടെ പെരുമാറ്റം കണ്ടപ്പോ എനിക്കും അത് തോന്നി മോളെ. അന്ന് അച്ഛനെ വിളിച്ച് ഞാൻ നെഹ്റു പാർക്കിലേക്ക് വരാൻ പറഞ്ഞില്ലേ? അതിനു മുമ്പ് ശങ്കരങ്ങൾ എന്നെ വിളിച്ചിരുന്നു എന്നുള്ളത് സത്യ. പക്ഷെ പറഞ്ഞതെന്താന്നോ, അമ്മയെ പുറത്തിറക്കാൻ കഴിയുന്ന കുറെ രേഖകള് ശങ്കരങ്ങളുടെ കയ്യിലുണ്ടെന്നും അത് നേരിട്ട് അച്ഛന് കൈമാറാമെന്നും. അത് കേട്ടപ്പോ എനിക്ക് സംശയായി. അരുണിനെ പുറത്തിറക്കാനുള്ള രേഖകൾ എന്ന് പറയുമ്പോ അത് സ്വാഭാവികമായിട്ടും പൂജക്കെതിരായിട്ടുള്ളതായിരിക്കുമല്ലോ. ആ അതെ അച്ഛാ, പൂജ സാക്ഷിയെ കൊല്ലുന്നത് കണ്ട ആളുകളുണ്ട്. അവര് സാക്ഷിയോടൊപ്പം വന്നവരാ. അത് അച്ഛനെ അറിയിക്കാനെന്നും പറഞ്ഞ എന്നെ വിളിച്ചത്. പക്ഷേ എനിക്കത് കേട്ടപ്പോ സംശയം തോന്നി. ഞാനും കൂടി വരാമെന്ന് പറഞ്ഞപ്പോ ശങ്കരങ്ങള് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മോളന്ന് എന്നോട് പറഞ്ഞത് ശങ്കർ അറിയാതെ എന്നോടെന്തോ പറയാനുണ്ടെന്നല്ലേ? അത് അങ്ങനെ പറഞ്ഞാലേ അച്ഛൻ വരുള്ളൂ എന്ന് ഞാൻ കരുതി. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പക്ഷെ അതിനുശേഷം എന്താ ഉണ്ടായെന്നറിയോ അച്ഛന്? എന്താ സംഭവിച്ച മോളെ? പൂജ എന്നെ പുറത്തൊന്ന് മുറിയിൽ പൂട്ടിയിട്ടു. അയ്യോ, അതെ അച്ഛാ, അതുകൊണ്ടാ എനിക്കവിടെ എത്താൻ പറ്റാണ്ടിരുന്നത്. എടീ പെരുങ്കള്ളി, മുഖത്ത് നോക്കി നീ എന്തുമാത്രം നുണകളാണ് പറയുന്നതെന്ന് എനിക്കറിയില്ലെന്നാണോ നീ കരുതുന്നത്? എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല മോളെ. ഏതായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ. ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതം സുഖമായിട്ട് മുമ്പോട്ട് പോകാനുള്ള വഴികൾ ആലോചിക്കണ്ടേ? എത്ര കാലമാ ഇങ്ങനെ കേസും വഴക്കുമായിട്ടൊക്കെ നടക്കുന്നേ? അതെ അച്ഛാ, എനിക്കും അടുത്തു. ഇതിലും ഭേദം ജയിലിൽ പോയി കിടക്കുന്നതാ. അർജുൻ എന്നെ അതിനകത്താക്കിയാലേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയിലാണല്ലോ. അതിനവൻ ഈ ജന്മത്തിൽ വിചാരിച്ചാലും നടക്കില്ല. നിന്റെ വക്കാലത്ത് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. മോളെ, എന്നെ ആരൊക്കെയോ ചേർന്ന് ചതിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അവസാനമാണ് ശങ്കർറാമാണ് എന്നെ ചുക്കാൻ പിടിക്കുന്നത് എനിക്ക് മനസ്സിലായത്. സാക്ഷി കൊല്ലപ്പെട്ടതിന് ശേഷം അർജുൻ തടവിൽ വെച്ച നിന്നെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും ശങ്കർറാം അറിയുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അർജുനും ശങ്കറും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നല്ലേ? നെഹ്റു പാർക്കിൽ വെച്ച് ശങ്കർ എന്നെ കണ്ടിരുന്നു. നീ എന്റെ മകളല്ലാന്ന് പോലെ അവൻ എന്നോട് പറഞ്ഞു. ഈശ്വര, അത് അവനും അർജുനും കൂടെയുള്ള അടവാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അർജുൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അതേ കാര്യം അവനും പറയേണ്ടതില്ലല്ലോ. അവൻ എല്ലാ കാലത്തും എന്റെ സ്വത്തിലായിരുന്നു നോട്ടം. പലപ്പോഴും അത് അവന്റെ പേരിൽ എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടുമുണ്ട്. അപ്പോഴൊക്കെ ദൈവമായിട്ട് ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി മോളെ, ആ തടസ്സങ്ങൾ എന്റെ മകൾക്ക് വേണ്ടി ദൈവം മനഃപൂർവ്വം സൃഷ്ടിച്ചായിരുന്നു. മോളെ, ഇനി അത് വേറെ ആരും അനുഭവിക്കത്തില്ല. എന്റെ മകളുടെ പേർക്ക് തന്നെ ഞാനത് മുഴുവൻ എഴുതാൻ പോകുന്നു.